ഹായ് സുഹൃത്തെ, ഇന്നും നമുക്ക് പഴയതുപോലെ തന്നെ ഡെയിലി നോക്കുന്നത് പോലെ നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അത് എന്ത് എനർജിയാണ് ഇപ്പോൾ നിലനിന്ന് പോകുന്നത്? നിങ്ങൾ എന്താണ് ഒഴിവാക്കേണ്ടത്? എന്താണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? എന്നീ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഒരു പറ്റുള്ളൂ. അല്ലാതെ വേറെ എന്തിലും പറ്റും. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മളിലേക്ക് വരുന്നത്. നിങ്ങൾ തീവ്രമായിട്ട് എന്തൊരു കാര്യം ആഗ്രഹിച്ച് വിശ്വസിച്ചാലും അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് കൊണ്ട് തരുന്നതാണ്. പിന്നെ അതിനെ പറ്റി എപ്പോഴും ഓർത്തിരിക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ഒരു 3, 4, 5 പ്രാവശ്യം അത് യൂണിവേഴ്സിനെ നോക്കിയിട്ട് നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് അവരെ നോക്കി ആ ആഗ്രഹം സാധിച്ചതായിട്ട് പറഞ്ഞിട്ട് നന്ദി പറയുക. എന്നിട്ട് അതങ്ങ് ലെറ്റ് ഗോ ചെയ്യുക. അതേ രക്ഷയുള്ളൂ. ലെറ്റ് ഗോ ചെയ്യുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുതും. തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നിരിക്കും. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഇന്ന് നിങ്ങളുടെ എനർജി നോക്കാം. നിങ്ങളുടെ എനർജി ടവറാണ്. ടവർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു മേജർ ആക്കുന്ന കാർഡാണ്. തീർച്ചയായിട്ടും ഇത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡല്ല. എങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ എനർജി ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്നൊരു മാറ്റം, അതായത് നിങ്ങളുടെ ഇത്രയും കാലം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നൊരു സങ്കടകരമായ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. അതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വേദനാജനകമായ ഒരു കാര്യത്തിൽ നിങ്ങളിപ്പോൾ ആയിരിക്കാം. നിങ്ങൾ മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ അല്ലെങ്കിൽ സാമ്പത്തികമായോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായിട്ടോ നിങ്ങളെന്തോ ഒരു നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണിക്കുന്നത്. പക്ഷെ നിങ്ങളത് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ എന്തിനൊരു മാറ്റം ഉണ്ടാകും. ഈ സമയവും കടന്നു പോകും. ഇവിടെ കാണുന്നത് ഇപ്പോൾ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് നല്ല നിലയിൽ കഴിഞ്ഞൊരു രാജാവും രാജ്ഞിയും ഇവിടെ താഴത്തേക്ക് വീഴുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് എന്ത് വന്നാലും അതൊരു ദൈവത്തിൻ്റെ വിളികൂടി അവിടെ ഉണ്ടാവും. കാരണം സർവശക്തനായ പ്രപഞ്ച ഈശ്വരനറിയാതെ ഒന്നും സംഭവിക്കില്ല. എന്താണ് നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇത് മേജറാക്കണക്കാരാണ്. അപ്പോൾ ഈ സമയത്ത് ഇത് സംഭവിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ എന്തോ ഒരു നെഗറ്റീവായ ഒരു കാര്യം നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾക്കേ അറിയാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ വളരെയധികം ഒരു വേദനാകരമായ ഒരു സിറ്റുവേഷനിലാണ്. അത് തീർച്ചയായിട്ടും ഉടനെ തന്നെ മാറുന്നതാണ്. ഓക്കെ, അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അത് മാറുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കട്ടെ. പേഴ്സൻ്റെ എനർജി ക്യൂൻ ഓഫ് സോഡാണ്. അദ്ദേഹം വളരെയധികം നല്ലൊരു പൊസിഷനിലിരിക്കുകയാണ്. ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി നല്ലൊരു രാജകീയമായിട്ട് ഇരുന്നുകൊണ്ട് അദ്ദേഹം ബുദ്ധിപരമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത്. അദ്ദേഹം വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണെന്ന് നോക്കട്ടെ. ഇടയിലുള്ള എനർജി പേജ് ഓഫ് പെൻറ്റാക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലായിട്ട് എന്തോ രണ്ടുപേർക്കും ഫിനാൻഷ്യലായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു കരുതലാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ അല്ലാതെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ രണ്ട് കൂട്ടരും ഇപ്പോൾ അതിന് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ മുന്നോട്ട് പോകുന്നത് സാമ്പത്തികമായിട്ടാണ്. അപ്പോൾ സമ്പത്തിന് പ്രധാനം സമ്പത്ത് കയ്യിലുണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരും ഒരേപോലെ സമ്പത്തിന് പ്രാധാന്യം കൊടുത്ത് ബിസിനസ്പരമായ കാര്യങ്ങൾക്കാണെങ്കിലും എനിവേ സമ്പത്തുണ്ടാക്കുക. എന്നിട്ടൊരു ഫിനാൻഷ്യലി ഗ്രൗണ്ടഡ് ആവുക, ഫ്രീ ആവുക. അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സ് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് പറഞ്ഞത് 2 ഓഫ് വൺസ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണോ എന്നങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിപ്പോൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത്, എന്ത് കാര്യമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, ബിസിനസ് ആയാലും എന്ത് കാര്യമാണെങ്കിലും തീരുമാനിച്ചിട്ടുണ്ട്, എന്തെങ്കിലും കാര്യം തീരുമാനം എടുക്കാൻ നിങ്ങളിങ്ങനെ വിഷമിച്ച് നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും അത് സക്സസ് ഉണ്ടാവും. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ യൂണിവേഴ്സ് എന്ത് ഒഴിവാക്കാനാണ് നിങ്ങളോട് പറഞ്ഞു വെച്ചപ്പോഴത്തേക്ക് എയ്സ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ എയ്സ് ഓഫ് കപ്സ് കപ്പെന്ന് പറഞ്ഞാൽ വെള്ളം, വികാരം, വൈകാര്യമായ പുതിയ തുടക്കമാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ തുടക്കമോ എന്തെങ്കിലും ഒരു ലൈഫ് എന്തെങ്കിലും പ്രണയ സംബന്ധമായിട്ട് എന്തെങ്കിലും തുടക്കം അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രണയബന്ധമോ എന്തെങ്കിലും സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തുടക്കം ഉണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കണ്ട. അത് ഒഴിവാക്കിയിട്ട് നന്നായിട്ട് പഠിച്ച് ക്ലിയർ ആക്കിയിട്ടൊക്കെ അതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മതി. കാരണം അതെങ്ങനെയാണ് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്. എടുത്തു ചാടി ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു പോരാൻ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ കാര്യമാണ് ഇന്ന് തരുന്നത്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബിസിനസ് പരമായിട്ടായിരിക്കും എന്തെങ്കിലും അതിന് മുന്നോട്ട് പോവുക.
പിന്നെ നിങ്ങൾ വൈകാര്യമായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കി വൈകാരികമായ സിറ്റുവേഷനും പറയാം കേട്ടോ. ഇത് വൈകാരികമായ സിറ്റുവേഷനും പറയാം. വൈകാരികമായ സിറ്റുവേഷൻ ഒഴിവാക്കാനും യൂണിവേഴ്സിന് പറയാവുന്നതാണ്. അതുമാണ് കൂടുതലും പറയുന്നത്. വൈകാരികമുള്ള സിറ്റുവേഷൻ ഒഴിവാക്കി മുന്നോട്ട് പോകാനാണ് കൂടിയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ച് മൈ വീഡിയോ. താങ്ക് യു.